ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 24-25 വാക്യങ്ങൾ നമുക്ക് ആദ്യം വായിച്ച് കേൾക്കാം. ആകയാൽ എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ച് ആ വീട്ടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. നല്ലവനായ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ, ഗിരിപ്രഭാഷണത്തിൽ, വചനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് എടുത്തു പറയുന്നത്. ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം ദൈവവചനം, അതിൻ്റെ ശക്തിയും സാധ്യതകളും. ദൈവവചനം, അതിൻ്റെ ശക്തിയും സാധ്യതകളും. തിരുവചനത്തിൻ്റെ സ്വാധീനങ്ങൾ. ദി പവർ ആൻഡ് ദി പോസിബിലിറ്റീസ് ഓഫ് ദി വേർഡ് ഓഫ് ഗോഡ്. ഗിരിപ്രഭാഷണത്തിൽ തുടക്കത്തിൽ തന്നെ കർത്താവ് പറയുന്നുണ്ട്, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 18-19 വാക്യങ്ങൾ. ഞാൻ വന്നത് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, സകലവും നിവൃത്തിയാകുവോളം, സകലതും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് എന്തെല്ലാം ലോകത്തിൽ മാറ്റപ്പെട്ടാലും വചനത്തിൽ നിന്നൊരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറ്റുവാൻ ആർക്കും സാധ്യമല്ല, മാറ്റം ഉണ്ടാകുകയില്ല. കാരണം യോഹന്നാൻ ശ്ലീഹാ വ്യക്തമായി പറയുന്നുണ്ട് തൻ്റെ സുവിശേഷത്തിൻ്റെ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. സാക്ഷാൽ വചനം എന്ന് പറയുന്നത് സത്യദൈവമാണ്. വചനത്തിൻ്റെ ശക്തി നമുക്ക് വിവരിക്കുവാൻ അസാധ്യമാകുന്ന തക്കവണ്ണം വലുതാണ്. വചനത്താലാണ് സകലതും ഉളവായത്. 3 രൂപത്തിൽ നമുക്ക് വചനത്തെ കാണുവാനായിട്ട് സാധിക്കും. ഒന്ന്, വചനം ജഡമായി തീർന്നു, അതാണ് കർത്താവായ യേശുക്രിസ്തു. വചനത്തിൻ്റെ ആകാര രൂപമാണ് കർത്താവായ യേശുക്രിസ്തു. 2, എഴുതപ്പെട്ട വചനമാണ് നമ്മുടെ ഈ തിരുവചനം, സത്യവേദ പുസ്തകം, വചനത്തിൻ്റെ ലിഖിത രൂപം. 3, ഘോഷിക്കപ്പെടുന്ന വചനമാണ് സുവിശേഷ വചന ശുശ്രൂഷ, പ്രസംഗം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഈ വചനം സാക്ഷാൽ കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. ഈ വചനം ദൈവത്തിൻ്റെ ശ്വാസമാണ്, ദൈവത്തിൻ്റെ ശബ്ദമാണ്. നമുക്ക് വായിക്കാം 2 തീമോത്തിയോസ് 3-ാം അധ്യായം 16-ാമത്തെ വാക്യം. വചനത്തിൻ്റെ പ്രാധാന്യം എടുത്തു പറയുന്നുണ്ട്. എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാകിയാൽ, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. തിരുവെഴുത്ത് ദൈവത്തിൻ്റെ ശബ്ദമാണ്, ദൈവശ്വാസീയമാണ്, ദൈവത്തിൻ്റെ ശ്വാസമാണ്. ഗോഡ് ബ്രത്ത് സ്ക്രിപ്ചർ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആദാമിനെ ഉണ്ടാക്കിയ ശേഷം ദൈവം അവൻ്റെ മൂക്കിൽ ആ ശ്വാസം ഊതി. ആ ശ്വാസമാണ് വാസ്തവത്തിൽ വചനമായി നമ്മുടെ മധ്യത്തിൽ ഘോഷിക്കപ്പെടുന്നത്. അത് സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന വചനമാണ്. ഈ സത്യവചനത്തിന് മുൻപിലാണ് നാം ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ കൂട്ടായ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഞങ്ങൾക്ക് വളരെ നിർബന്ധമാണ്. അതിൻ്റെ സകല ചലനങ്ങളും സകല നീക്കങ്ങളും സകല വചന ശുശ്രൂഷകളും വചനാധിഷ്ഠിതമായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. വചനത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറാനായിട്ട് ഇടവരരുത്. പുരാതന സഭയിലെ പരിശുദ്ധന്മാർ ഇപ്രകാരം പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. സത്യവചനം ശരിയായി പഠിപ്പിക്കുന്ന ഉപദേഷ്ടന്മാരെ എഴുന്നേൽപ്പിക്കണമേ എന്ന് അവർ പഠിപ്പിച്ചു, പ്രാർത്ഥിച്ചു. അത് തന്നെയാണ് ഞങ്ങളും ഇന്ന് അനുധാവനം ചെയ്യുന്നത്. വചനത്തിൻ്റെ ശക്തി, വചനത്തിൻ്റെ ആ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ സത്യവചനത്തിൻ്റെ മുൻപിലാണല്ലോ ഞങ്ങൾ വന്നിരിക്കുന്നതെന്ന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ വകയുണ്ട്. ഈ വചനം അനേകരെ മാനസാന്തരത്തിലേക്ക് നയിച്ചു. സിസിലി എന്ന് പറയുന്ന പട്ടണത്തിൽ അവർ സുവിശേഷത്തിനെതിരാണ്. ഒരു സുവിശേഷകൻ ദൈവത്തിൻ്റെ വചനം നിരന്തരമായി ഘോഷിച്ചുകൊണ്ടിരുന്നു. പട്ടാള മേധാവി വന്ന്
അദ്ദേഹത്തെ പിടിച്ചു ജയിലിലാക്കി. സ്വതന്ത്രനായ അന്ന് തന്നെ അദ്ദേഹം വീണ്ടും തിരുവചനം, ഈ സത്യവേദപുസ്തകം പിടിച്ചുകൊണ്ട് കാൽവറിയിൽ കർത്താവായ യേശുക്രിസ്തു നിർവഹിച്ചതായ രക്ഷണ്യ വേലയെക്കുറിച്ച് ഘോഷിക്കുകയുണ്ടായി ആത്മാവിൽ. അതവർക്കൊട്ടും രസമായില്ല, ഇഷ്ടപ്പെട്ടില്ല. അവർ വലിയൊരു തീച്ചൂള കത്തിച്ച്, അങ്ങനെ തീ കാളി കത്തി നിൽക്കുകയാണ്. അദ്ദേഹത്തെ കൊണ്ടുവന്ന് അടുക്കൽ നിർത്തി. നിങ്ങളെ ഈ തീച്ചൂളയിലേക്ക് ഇടുവാൻ പോവുകയാണ്. വേദപുസ്തകം മേടിച്ച് എറിഞ്ഞു കളഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്നെ നിങ്ങൾ കത്തിച്ചോ, പക്ഷെ എനിക്ക് ആ വേദപുസ്തകം എൻ്റെ കയ്യിൽ തന്നെ അതെൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് എനിക്ക് വചനവും ഞാനും ഒന്നിച്ച് കത്തിയെരിയണം. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹത്തിന് വേദപുസ്തകം കിട്ടി. അതിങ്ങനെ പിടിച്ചുകൊണ്ട് തീച്ചൂളയിലേക്ക് ഉന്തി എടുത്തിടാൻ തുടങ്ങുന്ന സമയത്ത് പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും അന്തിമമായ അഭിലാഷമുണ്ടോ? എനിക്ക് ഇതിൽ നിന്ന് ചില വാക്യങ്ങൾ വായിക്കണം. എന്നെ ഞാനാക്കിയതായി സത്യവചനത്തിന് ചില വാക്യങ്ങൾ വായിക്കണം. ദൈവമക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കണം. അദ്ദേഹം 1 കൊരിന്ത്യർ 13 അധ്യായം സ്നേഹത്തിൻ്റെ അധ്യായം വായിച്ചു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണത്തിലെ ചില ഭാഗങ്ങൾ വായിച്ചു. ശത്രുക്കളെ സ്നേഹിപ്പീൻ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ, ശപിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ. ദൈവത്തിൻ്റെ മഹത്വം. പിന്നീട് അദ്ദേഹം ഏറ്റവും അവസാനം നിറഞ്ഞ കണ്ണുകളോട് 23-ാം സങ്കീർത്തനം വായിച്ചു. പട്ടാള മേധാവി അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സത്യവചനത്തിൻ്റെ ശക്തി അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ ഇളക്കി. എനിക്ക് നിങ്ങളെ കൊല്ലുവാൻ തോന്നുന്നില്ലല്ലോ, തൽക്കാലത്തേക്ക് നിങ്ങളെ ജയിലിലേക്ക് മാറ്റുകയാണ്. അദ്ദേഹത്തെ ജയിലിൽ കൊണ്ടുപോയിട്ടു. 3-ാം ദിവസം അദ്ദേഹം നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ വേദപുസ്തകമില്ല. വേദപുസ്തകം വീണ്ടും മേടിച്ച് എറിഞ്ഞു കളഞ്ഞിരുന്നു. ആ സത്യവേദപുസ്തകം എന്നാണ് അദ്ദേഹം വായിച്ച് ആ പട്ടാള മേധാവി അത് കേട്ടത് ഉള്ളത്തെ ചലിപ്പിച്ചത്. ആ പട്ടാള മേധാവി ആ വേദപുസ്തകം എടുത്തുകൊണ്ടുപോയി വീട്ടിൽ നിന്ന് വായിച്ചു. അദ്ദേഹം കരയുവാനായിട്ട് തുടങ്ങി. സത്യം നിങ്ങൾ കേൾക്കണമോ? സിസിലി പട്ടണത്തിൽ ഈ പട്ടാള മേധാവി വന്നു. എനിക്കൊരു വെളിച്ചം കിട്ടി, അത് ഈ വചനത്തിൽ നിന്നാണ്. അതിൽ ജ്വലിച്ച് കത്തി നിൽക്കുന്ന ഒരു വ്യക്തിയുണ്ട്, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. ആ ദീപം കത്തി ജ്വലിച്ചത് കാൽവറിയിലാണ്. ഇത് കേട്ടു അന്നത്തെ അധികാരികൾ അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിട്ടു. ആദ്യം ജയിലിലിട്ട സുവിശേഷകനും ഇദ്ദേഹവും ഒന്നിച്ചൊരു ജയിലിൽ. പ്രസംഗമൊന്നുമില്ല, വചനത്തിന് ചില ഭാഗങ്ങൾ വായിച്ചു. ഹല്ലേലൂയ. ഈ ജീവനുള്ളതും ജീവിപ്പിക്കുന്ന വചനത്തിൻ്റെ മുൻപാകെയാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ വിശദാംശത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു രഹസ്യം നിങ്ങളോട് പറയാം. ഈ വചനത്തിൻ്റെ ശക്തി നിങ്ങൾക്ക് ആസ്വദിക്കണമോ? ഈ വചനത്തിൽ നിങ്ങൾക്കൊന്ന് രസിക്കണമോ? അതിനെന്ത് വേണം? അതിൻ്റെ എഴുത്തുകാരനെ നിങ്ങൾ പരിചയപ്പെടണം. അതിൻ്റെ എഴുത്തുകാരനുമായി നിങ്ങൾക്കൊരു സ്നേഹബന്ധം വരണം. എഴുത്തുകാരൻ ആരാണ്? പരിശുദ്ധാത്മാവാണ്. എഴുത്തുകാരൻ ആരാണ്? കർത്താവായ യേശുക്രിസ്തുവാണ്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിനോട് സ്നേഹം വന്നാൽ, യേശുക്രിസ്തുവിനോടൊരു പ്രിയം വന്നാൽ, യേശുക്രിസ്തുവിനോട് ഒരനുരാഗം വന്നാൽ, വചനം നമുക്ക് തേനിലും തേൻകട്ടയിലും മാധുര്യമായി തീരും. നമുക്കത് കൂടിയേ തീരും. കാരണം അത് കാലുകൾക്ക് വെളിച്ചമാണ്, ഊടുവഴികൾക്ക് പ്രകാശമാണ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നാം തുടർന്ന് ധ്യാനിക്കുവാൻ പോകുന്നത് ഈ വചനം ഉളവാക്കുന്ന സൽഫലങ്ങൾ എന്തെല്ലാമാണ്. വചനം ഉളവാക്കുന്നതായ സൽഫലങ്ങൾ, വചനത്തിൻ്റെ സ്വാധീനം എന്തെല്ലാമാണ്. ഈ വചനം നമുക്ക് എന്തെല്ലാം നേടിത്തരുന്നു. ഒന്നാമത്തെ കാര്യം, റോമർ 10-ാം അധ്യായം എടുത്ത് റോമർ 10-ാം അധ്യായം 14-ാമത്തെ വാക്യവും 17-ാമത്തെ വാക്യവും വായിക്കണം. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? ദൈവത്തിന് സ്തോത്രം. 17-ാമത്തെ വാക്യം. ആകയാൽ വിശ്വാസം കേൾവിയാലും, വിശ്വാസം വചന കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും കേട്ടോ? അത് നിങ്ങൾക്ക് വിശ്വാസം വേണമോ? ദൈവത്തിന് സ്തോത്രം. വചനം കേൾക്കണം. ഈ വചനത്തിൻ്റെ ശക്തിയാണ് നമ്മൾ വിശ്വാസത്തിലേക്ക് നയിക്കുന്നത്.
ദൈവവചനം കൈക്കൊള്ളുന്ന ഒരു വ്യക്തിയിൽ ആദ്യം ഉളവായി വരുന്നതായ ഫലമാണ്, ആദ്യ ഫലമാണ് വിശ്വാസം എന്നുള്ളത്. വിശ്വാസം കേൾവിയാൽ. വചന കേൾവി വിശ്വാസത്തെ ഉളവാക്കുന്നു. ആരിലുള്ള വിശ്വാസം? കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം. എന്തിലുള്ള വിശ്വാസം? കാൽവറിയിൽ കർത്താവായ യേശുക്രിസ്തു ഒരുക്കിയതായ രക്ഷണ്യ വേലയിലായിരിക്കുന്ന വിശ്വാസം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലുള്ള വിശ്വാസം. കർത്താവായ യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്നുള്ള സത്യ യാഥാർത്ഥ്യത്തിലുള്ള വിശ്വാസം. കർത്താവായ യേശുക്രിസ്തു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള സജീവമായ വിശ്വാസം. അദൃശ്യനായ ദൈവത്തെ കണ്ടതുപോലുള്ളതായ വിശ്വാസം. ഈ നല്ലവനായ കർത്താവായ യേശുക്രിസ്തു എനിക്ക് വേണ്ടി ഇപ്പോൾ സ്വർഗ്ഗവീട് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിശ്വാസം. എൻ്റെ പ്രാണപ്രിയനായ യേശു തൻ്റെ മണവറയിലേക്ക് ചേർക്കാനായിട്ട് അവൻ വീണ്ടും വരുമെന്നുള്ളതായിരിക്കുന്ന വിശ്വാസം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലായോ? വചന കേൾവി വിശ്വാസത്തിലേക്ക് നയിക്കുന്നു. വിശ്വാസം എന്തിലേക്ക് നയിക്കുന്നു? കർത്താവായ യേശുക്രിസ്തുവിൽ നീ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ദൈവത്തിന് സ്തോത്രം. അത് വെറുതെ കേട്ടാൽ മാത്രം പോരാ. നമ്മുടെ കൂട്ടായ്മയിൽ ദൈവമക്കൾ കേട്ടെടുത്തോളം സത്യവചനം കേട്ടിട്ടുള്ളവരാരുണ്ട് ലോകത്തിൽ? മറ്റ് യാതൊന്നിനെ കുറിച്ചും നമ്മൾ പറയാറില്ല. ഒരു കാര്യത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് ഘോഷിക്കപ്പെടുന്ന വചനമാണ് നമ്മുടെ മധ്യത്തിൽ ഇപ്പോൾ നിങ്ങളുടെ ചെവികളിൽ എത്തുന്നത്. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. കാരണം പറയുന്ന പാവപ്പെട്ട അടിയങ്ങൾക്ക് അന്തരംഗത്തിലൊരാഗ്രഹമുണ്ട്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ മുമ്പിൽ ഇരിക്കണം. ആ ക്രൂശിൽ നിന്ന് അകന്നുള്ളതായ മറ്റ് യാതൊരു കെട്ടുകഥകളും അതുപോലുള്ളതായ സാങ്കല്പികമായ കാര്യങ്ങളൊന്നും നിങ്ങളോട് പറയുന്നില്ല. ഈ സത്യവചനം അത് രക്തത്തിൽ ചാലിച്ച വചനമാണ്. ഏത് ആത്മാവിൽ ഈ വചനം എഴുതിയോ അതേ ആത്മാവിൽ ഘോഷിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഈ ആത്മാവിൻ്റെ ശക്തി വചനത്തിലൂടെ ഇറങ്ങി വരണമെന്നാണ് ഞങ്ങളുടെ കൊതി. ദൈവത്തിന് സ്തോത്രം. അത് കേൾക്കുന്ന നിങ്ങൾ, അത് ദൈവം ഇവരുടെ നാവിൽ കൊടുത്തിരിക്കുന്ന വചനമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളത് കേട്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ആളത്വത്തെ അത് രൂപാന്തരപ്പെടുത്തും. സ്വർഗത്തിലെ മാലാഖ കന്യകയായിരിക്കുന്ന മറിയാമിൻ്റെ അടുക്കൽ വന്നു. ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് സ്വർഗം അറിയിക്കുന്നത്. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കണം. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, നീ ഗർഭിണിയാകും. ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നതായ ഒരു സ്വർഗീയ സന്ദേശമല്ല അത്. ലോക ചരിത്രത്തിൽ ഇതുവരെയും സംഭവിച്ചിട്ടില്ല. ഈ പാവപ്പെട്ട പെൺകുട്ടി പുരുഷനെ അറിഞ്ഞിട്ടില്ല. പക്ഷെ സ്വർഗത്തിൽ നിന്ന് ദൈവം അയച്ച മാലാഖ സ്വർഗം പരമേൽപ്പിച്ച സന്ദേശമാണ് എന്നെ കേൾപ്പിച്ചതെന്ന് വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞപ്പോൾ നമ്മൾ അനേകരെ പോലെ കേട്ട് ഇറങ്ങിപ്പോവുകയല്ല ചെയ്തത്. ഉള്ളം തുറന്ന് വളരെ വ്യക്തമായി കന്യമറിയാൻ പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നീ പറഞ്ഞ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ഇതാണ് വചനത്തോടുള്ളതായ പ്രതികരണം. സമർപ്പണം എടുക്കാൻ പറയുമ്പോഴേക്കും കൈ ഉയർത്തുക മാത്രമല്ല, അരുമനാഥന്റെ കരങ്ങളിലേക്ക് ജീവിതം സമ്പൂർണ്ണമായി തീർത്തി കൈമാറുകയാണ്. ഈ അനുഭവം വചനം കേൾവിയാൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ മക്കളിൽ? അനേകർ ഈ വചനത്തിന്റെ തീയുടെ ശക്തി അനുഭവിച്ചറിഞ്ഞിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. തീജ്വാല പോലെ, തീപ്പൊരി പോലെയാണ് ഈ വചനം നിങ്ങളുടെ മധ്യത്തിലേക്ക് വരുന്നത്. അത് പറയുന്ന എന്നെയും നിങ്ങളെയും തീ പിടിപ്പിക്കുന്നതാണ്. യാക്കോബ് ശ്ലീഹ വളരെ വ്യക്തമായിട്ട് പറയും, വചനം കേട്ടാൽ മാത്രം പോരാ. വായിച്ച് യാക്കോബ് ശ്ലീഹ ലേഖനം 1-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ അത് ഡീപ്ലി റൂട്ടഡ് ആയിരിക്കണം. എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട്, കേട്ടോ നിങ്ങൾ, എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കരുത്. ദൈവത്തിന് സ്തോത്രം. എന്ത് ചെയ്യണം? അതിനെ ചെയ്യുന്നവരായും ഇരിപ്പിൻ. ദൈവത്തിന് അടുത്ത് വായിച്ചോ. ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് ഒക്കുന്നു. കണ്ടിട്ട് പോയിട്ട് കാര്യമില്ല, കേട്ടിട്ട് പോയിട്ട് കാര്യമില്ല. അത് ഉൾനട്ട വചനമായിരിക്കണം. അത് നിങ്ങൾ കൈക്കൊള്ളണം, അത് നിങ്ങൾ സ്വീകരിക്കണം. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു വിധക്കാരൻ്റെ ഉപമ പറയുന്ന സമയത്ത് വചനത്തെ വിത്തിനോടാണ് ഉപമിക്കുന്നത്.
ദൈവമക്കളെ, അത് വഴിയരികിൽ വീണിട്ട് കാര്യമില്ല, പാറസ്ഥലത്ത് വീണിട്ട് കാര്യമില്ല, മുള്ളുകളുടെ ഇടയിൽ വീണിട്ട് കാര്യമില്ല. അനുതാപത്തോടെ കണ്ണുനീരോടെ കുതിർന്നതായിരിക്കുന്ന തകർന്ന ഹൃദയത്തിനകത്തേക്ക് ഈ വചനം വന്ന് വീഴുന്നുവെങ്കിൽ അത് മുളയ്ക്കും, അത് വളരും, അത് ഫലം കായ്ക്കും. ദൈവത്തിന് സ്തോത്രം. ഈ വചനമാകുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് ഉൾനട്ടതായി സ്വീകരിക്കാൻ നിങ്ങൾക്കിപ്പോൾ മനസ്സുണ്ടോ? അല്ലെങ്കിൽ ഈ വചന കേൾവി നിങ്ങൾക്ക് ദോഷത്തിനായി തീരും. വചനം രണ്ട് വിധത്തിലാണ് ക്രിയ ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ വചനത്തെ കേൾക്കുന്നവർക്ക് അനുഗ്രഹവും അതിന് കേട്ട് വിട്ടുപോകുന്നവർക്ക് ശിക്ഷാവിധിയുമാണ്. നിങ്ങൾക്ക് ഇത് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടിയൻ നിങ്ങളോട് പറയുകയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങളോടൊരു മർമ്മം പറയാം. ഈ വചനത്തിൽ രസിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ, വചനമാകുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ തേൻകട്ട പോലെ മധുരമായി രുചിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ, പിന്നെ അതിൽ നിന്ന് വിട്ടുമാറി നിൽക്കാനായിട്ട് സാധ്യമാകുകയില്ല. കാൻസാസ് സിറ്റിയിൽ ഒരു ദൈവദാസനുണ്ടായിരുന്നു. എനിക്കത് പറയാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഒരു സത്യവിശ്വാസിയായിരുന്നു. വചനം വായിക്കുകയും ധ്യാനിക്കുകയും വചനമാകുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുകയും അന്തരംഗത്തിൽ കാത്തു സൂക്ഷിച്ച് ആരാധിക്കുകയും ചെയ്യുന്ന ഒരു സത്യവിശ്വാസിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് എന്തു പറ്റി? അദ്ദേഹത്തിന് വലിയ ഒരു കോറിയുടെ അടുത്ത് പാറ പൊട്ടിക്കുന്ന രംഗത്ത് നിൽക്കേണ്ടതായി വന്നപ്പോൾ അപകടത്തിൽ പെട്ടുപോയി. അദ്ദേഹത്തിൻ്റെ കൈകൾ രണ്ടും കാലുകൾ രണ്ടും നഷ്ടപ്പെട്ടു. കണ്ണുകൾ രണ്ടും ഒരു കുഴി മാത്രമായി കണ്ണും കാഴ്ചയില്ലാണ്ടായി. ഒരു മാസ് ഓഫ് ഫ്ലഷ് പോലെ, ഒരു ഇറച്ചി പിണ്ടം പോലെ അദ്ദേഹം അങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിന് ചിന്തിക്കാനും പറയാനും എല്ലാം കഴിവുണ്ട്. ദൈവമക്കളെ, അദ്ദേഹത്തിന് വചനം വായിക്കാൻ വലിയ കൊതിയായിരുന്നു. കണ്ണില്ലല്ലോ. ബ്രെയിലി ബൈബിൾ വായിക്കണമെങ്കിൽ കൈയില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം പിന്നീട് ബ്രെയിലി ബൈബിൾ വായിച്ചു തുടങ്ങിയത് ചുണ്ടുകൊണ്ടാണ്. ഞാൻ വായിച്ചു കണ്ണുനീരോടെ. കുറെ നാൾ കഴിഞ്ഞപ്പോൾ ചുണ്ടും മരവിച്ചു പോയി. അതിൻ്റെ സെൻസേഷൻ നഷ്ടപ്പെട്ടു. ഇനി ഞാനെങ്ങനെ വായിക്കും? അദ്ദേഹം ഈ വേദപുസ്തകം എടുത്ത് ഇങ്ങനെ ചുംബിക്കാൻ തുടങ്ങി. ഏതോ ഒരു സമയത്ത് ചുംബിച്ചപ്പോൾ നാവ് വേദപുസ്തകത്തിൽ തൊടുന്നതായ ആ സ്പർശം, ദൈവത്തിന് സ്തോത്രം, ആ ടച്ച് സെൻസിറ്റിവിറ്റി നാക്ക് തൊട്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ ആ നാവിനൊരു പ്രത്യേക ശക്തി ഉണ്ടല്ലോ മനസ്സിലായി. നിങ്ങൾ കേൾക്കണമോ? ആ അവസ്ഥയിൽ അദ്ദേഹം നാക്കുകൊണ്ട് ബ്രെയിലി ബൈബിൾ മുഴുവനായിട്ട് 4 പ്രാവശ്യം വായിച്ചു തീർത്തു. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് അവസാനത്തെ അധ്യായം വരെ. ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും ചോദിക്കട്ടെ, കണ്ണും നാക്കും മൂക്കും സകല അവയവങ്ങളും സജീവമായി ശക്തിയോടെ പ്രവർത്തിക്കുന്ന നിങ്ങൾ ഈ വേദപുസ്തകം എത്ര പ്രാവശ്യം വായിച്ച് കേൾപ്പിച്ചു? ദൈവത്തിന് സ്തോത്രം. എഞ്ചിനീയറിംഗിൽ വളരെ ഉന്നത ബിരുദാരിയായിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനോട് ഞാൻ പറഞ്ഞു, വചനം വായിക്കുമോ? വല്ലപ്പോഴൊക്കെ വായിക്കും. ഞാൻ എൻ്റെ പല വേദപുസ്തകത്തിൽ ഒരു വേദപുസ്തകം എഴുതി, ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് വായിക്കണമെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. ദൈവത്തിന് സ്തോത്രം. ഞാൻ കേവലം പറയുകയല്ല, എന്നെ ഞാനാക്കിയത് ഈ വചനമാണ്. ഈ വചന കേൾവിയാണ് എനിക്ക് വിശ്വാസം തന്നത്. ഞാൻ ഈ കൂട്ടായ്മയിൽ വന്ന് സത്യവചനം കേൾക്കുന്നവരെ പള്ളിഭക്തരായിരുന്നു. പക്ഷേ കർത്താവായ യേശുക്രിസ്തു എന്ന വ്യക്തിയിൽ ആ രക്ഷയുടെ സന്തോഷം അനുഭവിക്കുന്ന വ്യക്തിയായിരുന്നില്ല. വചനത്തിൻ്റെ ആദ്യ ഫലം എന്താണ്? വിശ്വാസമാണ്. രണ്ടാമത്തെ ഫലം എന്താണ്? യാക്കോബുസ്ലീഗയുടെ ലേഖനം 1-ാം അധ്യായം 18-ാമത്തെ വാക്യം വായിച്ച്, നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദിഫലമാകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. എത്ര വ്യക്തമായിട്ടാണ് പറയുന്നത്! സത്യത്തിന്റെ വചനത്താൽ നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. 1, വചനം വിശ്വാസം തരുന്നു. 2, വചനം വീണ്ടും ജനനം നൽകും. വചനം ജീവനുള്ള വിത്താണ്. 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം,
കെടുന്ന ബീജത്താലല്ല, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. കെടാത്ത ജീവനുള്ള വചനം, ദൈവത്തിന് സ്തോത്രം, ശക്തിയുള്ളതായ വചനം. ഒരു വിത്ത് നമ്മൾ പാകിയാൽ ചില ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ സ്പ്രൗട്ട് ചെയ്ത് മുളച്ചു വരുന്നതായിട്ട് കാണാം. ദൈവമക്കളെ, ഹൃദയം ഒന്ന് തുറന്ന് ദൈവമക്കളെ, കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞില്ലേ, വായിച്ച് ലൂക്കോസ് 8-ാം അധ്യായത്തിന്റെ 11-12 വായിച്ച്. ലൂക്കോസ് 8-ാം അധ്യായത്തിന്റെ 11 വാക്യങ്ങൾ. കർത്താവായ യേശുക്രിസ്തു വചനത്തെ വിത്തായിട്ടാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. ലൂക്കോസ് 8:11. ഉപമകളുടെ പൊരുളോ വിത്ത് ദൈവവചനം. വിത്തോ ദൈവവചനം. എത്ര വ്യക്തമായിട്ടാണ്! ഇത് എൻ്റെ നാവിൽ നിന്ന് വന്നതല്ല, സാക്ഷാൽ വചനമാകുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാവിൽ നിന്ന് ഉതിർന്നു വരുന്ന ശബ്ദമാണ് വിത്തോ വചനം. എന്താണ് വിത്തിന്റെ പ്രത്യേകത? അതിനകത്തൊരു ജീവനുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവമക്കളോട് ചോദിക്കട്ടെ, ഈ വചനം നിങ്ങൾ നാളുകളായി കേട്ടില്ലേ? ഈ ജീവനുള്ളതായ വിത്ത്, ചൈതന്യമുള്ളതായിരിക്കുന്ന വിത്ത്, മുളച്ചു വളർന്ന് ഫലം കായ്ക്കുവാൻ മതിയായതായ ശക്തി ഉൾക്കൊള്ളുന്ന വിത്ത്, ഈ വചനം നിങ്ങൾ ഉൾനട്ടിട്ടുണ്ടോ? ഈ വചനം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചോ? ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ ഒരു മർമ്മം നിങ്ങൾ മനസ്സിലാക്കണം, ഞെട്ടലോടെ കേൾക്കണം. ഈ വചനം ദൈവത്തിന് സ്തോത്രം കേൾക്കണം. അത് ന്യായവിധി നീക്കിക്കളയുവാൻ ശക്തിയുള്ളതാണ്. യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു. ഓ, സത്യമായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു സത്യം സത്യമായിട്ട് വീണ്ടും ആവർത്തിച്ച് പറയുന്ന എന്താണ്? എന്റെ വചനം കേട്ട് എന്നെ അയച്ചവന് വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. വചനം കേട്ട് എന്റെ വചനത്തിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അടുത്ത വാക്യം സത്യയോടെ കേട്ടെ. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. എല്ലാവരും സത്യയോടെ കേട്ടെ. ന്യായവിധിയിൽ നിന്ന് ഒഴിവായി ശിക്ഷാവിധി മാറിക്കിട്ടി നിത്യജീവന്റെ അവകാശിയായി തീരണമെങ്കിൽ ദൈവത്തിന്റെ സത്യവചനം നിങ്ങൾ കേൾക്കണം. ഒന്നുകൂടെ വായിച്ച ആ വാക്യം വളരെ പ്രധാനപ്പെട്ട വാക്യമാണ്. 5:24 യോഹന്നാൻ സുവിശേഷം. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവന് വിശ്വസിക്കുന്നവന്, ഈ വചനം കേട്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. നിത്യജീവനുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നിത്യജീവൻ പ്രാപിക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് നിത്യജീവന്റെ അവകാശിയായി മാറാം. ന്യായവിധിയിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. അടുത്ത വാക്യം വായിച്ചേ. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. വചനത്തിൽ നിന്ന്, ന്യായവിധിയിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ട ദൈവമക്കളെ അത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അത് ജീവനാണ്. പൗലോസ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് വചനത്തിൻ്റെ പ്രാധാന്യം. എബ്രായർക്ക് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. വചനത്തെക്കുറിച്ച് എത്ര വ്യക്തമായിട്ടാണ് പറയുന്നത്. വചനത്തെക്കുറിച്ച് എത്ര നാളുകൾ പ്രസംഗിച്ചാലും തീരുകയില്ല ദൈവമക്കളെ. എബ്രായർ 4:12. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി, ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും. ദൈവത്തിന്റെ സ്വന്തം ജീവനും ചൈതന്യവുമാണ്. നിങ്ങളെ ഇത് ഇളക്കുന്നുണ്ടോ ദൈവമക്കളെ? ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ തന്നെ ഒരു ജീവന്റെ ശക്തി എന്നിൽ തുടിക്കുന്നുണ്ട്. ഈ ജീവനെ തലോടുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനമടിയന് ജീവനാണ്. വചനമടിയന് മധുരമാണ്. ഈ വചനമടിയന് തീപിടിപ്പിക്കുന്നതാണ്. ഹല്ലേലൂയ. ഈ വചനമടിയന് ചൈതന്യം തരുന്നതാണ്. ഈ വചനമാണ് എന്നെയും എൻ്റെ കുടുംബത്തിലുള്ളവരെ ഇത്രത്തോളം വളർത്തിക്കൊണ്ട് വന്നത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ വളരെ വ്യക്തമായി ആവർത്തിച്ച് പറയുന്നുണ്ട്. 20-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തിൽ, 20-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തിൽ വചനം വിശ്വാസവും ജീവനും നൽകുന്നതാണ്. ഈ വചന കേൾവിയാൽ അത്ഭുതം നടക്കും കേട്ടോ. 20-ാം അധ്യായത്തിന് 31-ാമത്തെ വാക്യം. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും, വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും, അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും ഇത് എഴുതിയിരിക്കുന്നു. എഴുതിയിരിക്കുന്ന വചനം എന്തിനാ? നിങ്ങൾക്ക് വിശ്വാസവും ജീവനും കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കറിയാവുന്ന ഒരു രംഗം ഞാൻ വിശദീകരിക്കാം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം അതിൻ്റെ 4 മുതലായിരിക്കുന്ന വാക്യങ്ങളിൽ ദൈവത്തിന് സ്തോത്രം, പ്രവാചകനൊരു കാഴ്ച കാണുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എടുത്തുകൊണ്ടുപോയൊരു കാഴ്ച കാണുകയാണ്. എന്താണ്? താഴ്വര. എന്തിൻ്റെ താഴ്വരാണ്? അസ്ഥികളുടെ താഴ്വര. ഒരു സമയത്ത് മനുഷ്യൻ സജീവനായി നടന്നു.
അവൻ രോഗം ബാധിച്ചു, രോഗം മൂർച്ഛിച്ചു, അവൻ മരിച്ചു, അവൻ ചീഞ്ഞു നാറി, ഇറച്ചി മുഴുവൻ ദ്രവിച്ചു പോയി. ഇതാ അസ്ഥികൾ ചിതറിക്കിടക്കുന്നു. നാളുകളായി അങ്ങനെ കിടക്കുന്നു. വെയിൽ കൊണ്ട് ഉണങ്ങി വരണ്ട് കിടക്കുകയാണ്. ജീവന്റെ ചൈതന്യത്തിന്റെ കണിക പോലുമില്ല. ദൈവത്തിന് സ്തോത്രം. യഹോവയായി ദൈവത്തിന്റെ അരുളപ്പാട് പ്രവാചകന് കിട്ടിയത് എന്താണ്? ഈ ഉണങ്ങിയ അസ്ഥികളോട് പ്രവചിക്കാനാണ്. ഉണങ്ങിയ അസ്ഥികളോട് പ്രവചിക്കുക. എന്തുമാത്രം വിഡ്ഢിത്തമുള്ളതായിരിക്കുന്ന ശബ്ദമായിട്ട് തോന്നാം. എന്നാൽ വാക്കിന് വില കൊടുക്കുന്ന പ്രവാചകൻ എന്താണ് പറയുന്നത്? ഉണങ്ങിയ അസ്ഥികളെ എൻ്റെ ദൈവവചനം കേൾപ്പീൻ. ഉണങ്ങിയ അസ്ഥികളെ ദൈവവചനം കേൾപ്പീൻ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്? വചനം ജീവനാണ്. പിന്നീട് വരുമ്പോൾ അറിയാം, ആസ്തികൾ മുഴുവൻ ഒരു സൈന്യമായി എഴുന്നേറ്റ് നിന്നു. ശക്തിയോടെ, ജീവനോടെ, സമൃദ്ധിയായ ജീവനോടെ ഉണങ്ങി വരണ്ട് കിടന്നതായ അസ്ഥികൾ ഒരു സൈന്യമായി എഴുന്നേറ്റ് നിന്നു. നിങ്ങൾക്ക് ജീവിക്കണമോ? നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൻ്റെ അവകാശം വേണോ? മരണം ജീവനായി മാറണമോ? കരിക്കട്ട് തീ പിടിക്കണമോ? ഈ വചനം നിങ്ങളുടെ മധ്യത്തിലേക്ക് ഒഴുകി വരികയാണ്. നമ്മുടെ തലകളെ നമുക്ക് വണക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വാക്ക് നിങ്ങൾക്ക് പറയാമോ? ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. പത്രോസിയായ പോലെ ഒരു വാക്ക് നിങ്ങൾക്ക് പറയാമോ? ഞാൻ കേട്ടുവിട്ട് ശിക്ഷാവിധിയിലേക്ക് പോകുകയില്ല, നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. ഈ വചനം പ്രവർത്തിക്കട്ടെ, ഈ വചനം തീ പിടിപ്പിക്കട്ടെ, ഈ വചനം വിത്തായി നിങ്ങളുടെ ജീവിതത്തിൽ വീഴട്ടെ, ഈ വചനം നിങ്ങൾക്ക് ചൈതന്യം തരട്ടെ, മരിച്ചുപോയ ആത്മാക്കൾക്ക് ജീവൻ തരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യ നരകത്തിൻ്റെ അവകാശികളായിരിക്കും നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൻ്റെ അവകാശം തരട്ടെ. അതിന് സ്വർഗത്തിലെ ദൈവം കൃപയത് സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം നിറഞ്ഞ ദൈവമേ, വാഴ്ത്തപ്പെട്ട പൊന്നു കർത്താവേ, ഈ സ്വർഗീയ നിമിഷത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വചനമാകുന്ന കർത്താവ് ഞങ്ങളുടെ മധ്യത്തിലേക്ക് വചനമായി ഇറങ്ങി വന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളെല്ലാവരെയും ജീവിപ്പിക്കണമേ, സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളാക്കി തീർക്കണമേ. മഹത്വ തിരുമേനി മാത്രം എടുക്കണമേ. യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമല്ലുമാറാകണമേ. ആമേൻ.